ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് ലിൻസീസ് ലിങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നല്ലൊരു നേഴ്സറി വിസിറ്റാണ്. അതായത് ഈ നേഴ്സറിയിൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട മിക്ക ചെടികളും കിട്ടും. ഞാൻ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് വേണം, അതുപോലെ തന്നെ കുറച്ച് പോട്ട്സ് വേണം. അങ്ങനെയൊക്കെയുള്ളൊരു ഉദ്ദേശത്തിനാണ് ഞാൻ പോകുന്നത്. അന്നേരം ഈ ഒരു നഴ്സറി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനടുത്തായിട്ട് തന്നെയുള്ളൊരു നഴ്സറിയാണ്. അതുമാത്രമല്ല, ഒത്തിരി ചെടികൾ, ഒത്തിരി വെറൈറ്റി ചെടികൾ, പിന്നെ മരങ്ങൾ, അതായത് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ നമുക്ക് കിട്ടും. തൈകൾ, അതായത് ചാമ്പ, പിന്നെ വേണമെങ്കിൽ അവലോലിക്ക, ചക്ക, മാവ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടും. പ്ലാവിൻ്റെയൊക്കെ തൈകൾ കിട്ടും. അന്നേരം എല്ലാം കൂടെ ഉള്ള ഒരു സ്ഥലമാണിതിവിടെ. നമുക്ക് എല്ലാ ചെടികളുടെയൊക്കെ നല്ലൊരു ഒരുപാട് വെറൈറ്റി ചെടികളൊക്കെ നമുക്കിവിടെ കിട്ടും. ഒരുപാട് പണ്ട് മുതലേ ഉള്ള ഒരു നേഴ്സറികളിലൊന്നാണ് ഇത്. അന്നേരം ഇവിടെ കണ്ടോ, അരേലിയ ചെടികളൊക്കെ ചെറിയ ചെറിയ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുഞ്ഞു കവറിൽ വാങ്ങുന്നതിനൊക്കെ വളരെ കുറച്ച് വില മാത്രം കൊടുത്താൽ മതി. പിന്നെ ഈ നേഴ്സറിയുടെ പ്രത്യേകത, അവർ ചെടികൾ വെച്ചേക്കുന്നത് നല്ല നീറ്റായിട്ട്, അതുപോലെ തന്നെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ അരേലിയ ചെടികളൊക്കെ നല്ല ഒരു ബോർഡറിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാന്താനസ് അതേപോലെ ഓർഡറിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെടികൾ നമ്മൾ വീട്ടിൽ വെക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊരു ഓർഡറിൽ വെക്കുക, അല്ലെങ്കിൽ അത് നീറ്റായിട്ട് വെക്കുകയാണെങ്കിൽ അത് കാണാൻ നല്ല അട്രാക്റ്റീവായിരിക്കും. അന്നേരം ഇതിപ്പം നേഴ്സറിയിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയാണ്. കണ്ടില്ലേ, തേജു പ്ലാന്റ്സൊക്കെ ഒരു സൈഡിലായിട്ട് ഫുൾ പാക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണ്. അത് കാണാൻ തന്നെ ഒരുപാട് ഭംഗിയാണ്. പിന്നെ ഇതേപോലെ ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് നല്ല രസമാണ്. അന്നേരം നമുക്കിനി ഇതിലെ കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. പക്ഷേ ഇതിലൊക്കെയുള്ള പ്ലാന്റ്സ് എൻ്റെ കയ്യിലുള്ളതായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും വാങ്ങിച്ചില്ല. എൻ്റെ കയ്യിലുള്ളതൊക്കെ തന്നെയുള്ളൂ. പിന്നെ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പ്ലാന്റാണ്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതെന്തുവാന്ന് അവരോട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് സെയിൽസ് ഗേൾസിനും നല്ലതുപോലെ ഇതെന്തുവാണെന്ന് അതിൻ്റെ പേര് പറയാനൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു ഫ്രൂട്ട്സ് പോലെ നിൽക്കുന്നതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു. പിന്നെ ഇവിടെ മെയിനായിട്ട് ഞാൻ കണ്ടത് ഇതുപോലെ സിങ്കോണിയം, അതുപോലെ തന്നെ ആഗ്ലോണിമാസ്, പിന്നെ ഇങ്ങനെ കുറേ പ്ലാന്റ്സാണ് കണ്ടത്. പിന്നെ ആന്തൂറിയം നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇതും ഞാൻ വാങ്ങിയിട്ടുണ്ട്.
നമ്മൾ ഏത് നഴ്സറി പോയാലും ചെടികൾ വാങ്ങുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വാങ്ങാൻ ശ്രദ്ധിക്കണം. ഇവിടെ പ്രത്യേകിച്ച് നല്ല റോസ് കളക്ഷൻസ് ഉണ്ട്. നല്ല നല്ല റോസ് ചെടികൾ കുറേ ഉണ്ടായിരുന്നു. അന്നേരം അത് കുറച്ച് ഞാൻ വാങ്ങിച്ചു. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഇവിടുത്തെ ലില്ലിയാണ്. അതായത് പീസ് ലില്ലി എന്ന് പറയുന്ന ടൈപ്പ് പ്ലാന്റ് ആണ്. അത് നമുക്ക് ബോത്ത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റ് ആണ്. പിന്നെ ഈ നഴ്സറിയിൽ ഒരുപാട് ചെടികൾ ഞാൻ കണ്ട് ഇതുപോലത്തെ യൂജീനിയ പ്ലാന്റ്സ് ആണ്. നേരെ ഒരു സെക്ഷൻ നിറച്ചും അവരുടെ യൂജീനിയ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസാണ്. ഈ 2 ടൈപ്പ് യൂജീനിയ പ്ലാന്റ്സ്, അതായത് ഈ ടൈപ്പ് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നതും അതുപോലെ തന്നെ വേറെ ഒരു കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ് പോലെ വരുന്ന യൂജീനിയ പ്ലാന്റ്സും ഉണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാം. വളരെ വ്യത്യസ്തമായി ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. പക്ഷേ ഇതാണ് വേറെ ഞാൻ പറഞ്ഞ അനദർ ടൈപ്പ് ഓഫ് യൂജീനിയ പ്ലാന്റ്. അന്നേരം ഈ 2 ടൈപ്പ് യൂജീനിയ പ്ലാന്റ്സാണ് ഇവിടെ മെയിനായിട്ട് ഞാൻ കണ്ടത്. ഇത് ഒരു സെക്ഷൻ നല്ല രസം അവരിങ്ങനെ വെച്ചേക്കുന്നത് കാണാൻ തന്നെ ഒത്തിരി ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. അന്നേരം ഇതിനൊന്നും വലിയ വിലയൊന്നും കൊടുക്കണ്ട, നല്ല വില കുറച്ചൊക്കെ ഇവർ തരുന്നുണ്ട്. അത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലാന്റ്സാണ് ഇവിടെയുള്ളത്. പിന്നെ ഞാൻ ഫേൺസ് കണ്ടു. ഒരു സെക്ഷനിൽ അവർ കുറേ വെറൈറ്റി ഓഫ് ഫേൺസ് ഒന്നും ഇവിടെ ഇല്ല. എങ്കിൽ തന്നെയും ഈ ഒരു വെറൈറ്റിയാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇത് നല്ല രസമുണ്ട്. ഇവർ ഇതേപോലെ ഹാങ്ങിങ് ബാസ്ക്കറ്റിലാക്കി ഫില്ല് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇത് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഫേൺസിനെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം അതിൻ്റെ ഒരു ഗ്രീൻ കളറും നല്ല ലഷായിട്ട് നിൽക്കുന്നതൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ ഇവിടെ സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റീസ് കുറച്ച് ഞാൻ കണ്ടു. സ്നേക്ക് പ്ലാന്റും എനിക്കിഷ്ടമാണ്. അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റി ലീഫി പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് പക്ഷേ അവർക്കറിയത്തില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. സെയിൽസ് ഗേൾസ് ആണെങ്കിൽ അവർ പുതിയതായിട്ട് വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അവർക്കും ഓരോ പ്ലാന്റ്സിനെ പറ്റിയൊന്നും കൂടുതൽ അറിയാൻ വയ്യാത്തവരായിരുന്നു അവിടെ നിന്നിരുന്നത്. ഇതൊക്കെ കാണാൻ തന്നെ എനിക്ക് ഒരുപാട് ഭയങ്കര ഇഷ്ടമാണ്. ചെടികളും ഇതൊക്കെ കാണാൻ ഒത്തിരി നല്ല രസമുള്ളൊരു ഗാർഡനായിരുന്നു ഇത്. പിന്നെ ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ കുറേ നോക്കാനും ഒക്കെ നോക്കി നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ സെലക്ട് ചെയ്യാനും ഒക്കെ ഇഷ്ടം പോലെ സമയം നമുക്ക് കിട്ടും. പിന്നെ ഇത് തേജു പ്ലാന്റിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണിത്. പിന്നെ തെറ്റി ഇതേപോലെ കുറേ ക്ലിയർ ആവുന്നില്ലെന്ന് തോന്നി. തെറ്റിയും കുറേ ഇവരുടെ കയ്യിൽ കുറേ കളക്ഷൻസ് ഉണ്ട്. തെറ്റിയുടെ കളക്ഷൻസ് നല്ലതായിട്ട് എനിക്ക് തോന്നി.
കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ. കുറച്ച് റോസും അതുപോലെ തന്നെ ലില്ലിയും ഒക്കെയാണ് വാങ്ങിയത്. അന്നേരം ഇനിയും നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോയിൽ ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.